ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട അഭിമുഖം ഈ മാസം 8 മുതൽ 12 വരെ നടക്കും. അഭിമുഖത്തിൽ പങ്കെടുക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് 60ഓളം പേർക്കാണ് നോട്ടീസ് നൽകിയത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള സെർച്ച് കമ്മിറ്റിയാണ് അഭിമുഖം നടത്തുക. അതിന്റെ വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഇത് ഈ അഭിമുഖത്തിന്റെ കാര്യം, ഇതിൽ ഈ മാസം 8 മുതൽ 12 വരെ അതിൽ പങ്കെടുക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് 60ഓളം പേർക്ക് നോട്ടീസ് നൽകി. എന്താണ് ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ? GK, നമുക്കറിയാവുന്നതുപോലെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനം സുപ്രീം കോടതി കയറി നമ്മൾ കണ്ടതാണ്. ഇനിയും വൈസ് ചാൻസലർമാരില്ലാതെ സർവകലാശാലകൾ അങ്ങനെ ഒഴിച്ചിട്ടിരിക്കാനാകില്ല എന്ന് സുപ്രീം കോടതി കടുത്ത നിലപാടെടുക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരും ഗവർണറും രണ്ടു തട്ടിൽ നിന്നാണ് ഈ VC നിയമനം നടക്കാതെ പോകുന്നതെന്ന് സുപ്രീം കോടതി വിലയിരുത്തി. അങ്ങനെയാണ് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം 3-അംഗ പാനൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയത്. സുപ്രീം കോടതി ഇതിനായി ചുമതലപ്പെടുത്തിയത് റിട്ടയർഡ് ജസ്റ്റിസ് സുധാംശു ധൂലിയെയാണ് സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ടു സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട നിയമന പാനൽ തയ്യാറാക്കുന്നതിന് അതിനുള്ള ഇന്റർവ്യൂ ഒക്ടോബർ 8 മുതൽ 4 ദിവസം 8 മുതൽ 12 വരെ തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജസ്റ്റിസ് സുധാംശു ധൂലിയാണ് സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഗവർണറും സർക്കാരും നിർദ്ദേശിച്ച 4 പേർ വീതം രണ്ടു സെർച്ച് കമ്മിറ്റിയിലെയും അംഗങ്ങളാണ്. കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും തന്നെ സംസ്ഥാനത്തിന് പുറത്ത് നിന്നുള്ളവരാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വൈസ് ചാൻസലർ നിയമനത്തിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ട്. 60ഓളം അപേക്ഷകർക്കാണ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതിനോടകം നോട്ടീസ് നൽകിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒക്ടോബർ 8, 9 തീയതികളിൽ സാങ്കേതിക സർവകലാശാലയുടെയും 10, 11 തീയതികളിൽ ഡിജിറ്റൽ സർവകലാശാലയുടെയും VC നിയമനത്തിലുള്ള ഇന്റർവ്യൂ തിരുവനന്തപുരത്ത് നടക്കും. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള അപേക്ഷകരും ഇതിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം 3-അംഗ പാനൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണം. മുഖ്യമന്ത്രി നിയമനത്തിനുള്ള മുൻഗണനാ പട്ടിക നിശ്ചയിക്കും. മുൻഗണന പ്രകാരം നിയമിക്കാനുള്ള അധികാരം മാത്രമാണ് ഗവർണർക്കുള്ളത്. അതാണ് കോടതി വിധി. മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന മുൻഗണനാ പട്ടികയിൽ മാറ്റം വരുത്തുന്നുവെങ്കിൽ അതിന് വ്യക്തമായ കാരണം ബോധിപ്പിക്കാൻ ഗവർണർ ബാധ്യസ്ഥമാണെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ സർക്കാരിന് പരാതിയുണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു നേരത്തെ. GK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.